അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹുവിനോട് ഈ ഒരു ആയത്തിനെ മുൻനിർത്തി ഈ ഒരു ആയത്ത് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ഒരു ആയത്ത് നമുക്ക് എല്ലാത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ആയത്താണ്. രോഗമായിക്കോട്ടെ, രോഗത്തിൽ നിന്ന് നമുക്ക് ശമനം കിട്ടാൻ വേണ്ടി ഈ ഒരു ആയത്ത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് കാവൽ കിട്ടാൻ വേണ്ടി ഈ ഒരു ആയത്തിനെ നമുക്ക് ഉപയോഗിക്കാം. സംരക്ഷണം നൽകുന്ന ആയത്താണിത്. ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു വ്യക്തി ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൃക്ഷത്തിൽ നിന്ന് അനക്കം കേട്ടു. വൃക്ഷത്തിൽ മറ്റാരോ ഉണ്ടെന്ന് കരുതി അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഒന്നും മറുപടി ലഭിച്ചില്ല. അദ്ദേഹം അവിടെ വെച്ച് ഈ ഒരു ആയത്ത് അങ്ങ് പാരായണം ചെയ്തു. ആയത്തുൽ കുർസി പാരായണം ചെയ്തു. ഉടനെ മരത്തിൽ നിന്നും ഒരു പിശാച് താഴോട്ട് ഇറങ്ങി വന്നു. അദ്ദേഹം പിശാചിനോട് പറഞ്ഞു, നമ്മുടെ കൂടെ ഒരു രോഗിയായ വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ചികിത്സിക്കാൻ നിങ്ങളുടെ അടുക്കൽ വല്ല മരുന്നും ഉണ്ടോ? അപ്പോൾ പിശാച് പറഞ്ഞു, ഞാൻ മരത്തിൽ നിന്നും ഇറങ്ങി വരാനുണ്ടായ വസ്തു കൊണ്ട് തന്നെ ചികിത്സിച്ചാൽ മതിയാകും. അതുകൊണ്ട് രോഗിക്ക് സംരക്ഷണം ലഭിക്കും. ഇത്രക്ക് വലിയ അത്ഭുതമുള്ള ആയത്ത് വേറെ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? പിശാചിനെ മരത്തിൽ നിന്ന് ഇറക്കിയത് ആ ഒരു ആയത്താണ്. അപ്പോൾ പിശാച് പറഞ്ഞതാണ് ഈ ഒരു ആയത്ത് കൊണ്ട് രോഗിയെ സംരക്ഷിക്കുക എന്ന്. നമുക്ക് എവിടെ നിന്നായിക്കോട്ടെ, എന്ത് ഭയമായിക്കോട്ടെ നമുക്ക് തോന്നിയാൽ നമുക്ക് ഈ ഒരു ആയത്തിനെ അങ്ങ് പാരായണം ചെയ്യാം. നമുക്ക് സംരക്ഷണം ഉറപ്പായിട്ടും കിട്ടും. മനസ്സിലുള്ള എന്ത് പേടിയായിക്കോട്ടെ അത് അപ്പം തന്നെ നമുക്ക് മാറിക്കിട്ടും. രോഗിയുടെ മേൽ ഈ ഒരു ആയത്ത് നമ്മൾ ആയത്ത് കുർസി പാരായണം ചെയ്തിട്ട് നമ്മൾ മന്ത്രിച്ചു കൊടുക്കുക. ഒരുപാട് ഫലം കിട്ടും. അത്രക്ക് നല്ല ഒരു ആയത്താണിത്. ഈ ഒരു ആയത്തിനെ നമ്മൾ ബഹുമാനിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റിൽ അറിയിക്കണം.